ബ്രൈറ്റൻ ആക്കുകയും ചെയ്യും, കുറച്ചും കൂടി നിറമൊക്കെ വെക്കാനും ഹെൽപ്പ് ചെയ്യാം കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് PSC Vlog. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോയാണ്. നമ്മൾ ഇതിനു മുമ്പ് ഗാർണിയറിന്റെ ക്രീമിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കമന്റ് ബോക്സിൽ വന്നൊരു വീഡിയോയാണ് ഗാർണിയർ വൈറ്റമിൻ സി സെറത്തിന്റെ റിവ്യൂ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ നമ്മളിതാ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതാണ് ഗാർണിയർ വൈറ്റമിൻ സി ബൂസ്റ്റർ സെറം. ഫസ്റ്റ് ട്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ മിനി പാക്ക് ആണ് വാങ്ങിച്ചത്. അപ്പൊ മിനി പാക്ക് വാങ്ങിച്ചിട്ടാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ. അപ്പൊ ഒരു ആദ്യത്തെ 7 ദിവസം നമുക്ക് ട്രൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ടിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യമേ എടുത്തു പറയേണ്ട കാര്യം, ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ നല്ല പോലെ സ്കിന്നിലേക്ക് ഇങ്ങനെ പെനട്രേറ്റ് ചെയ്ത് ഇറങ്ങുന്നുണ്ട്, അതായത് അബ്സോർബ് ആവുന്നുണ്ട്, പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്നുണ്ടായിരുന്നു കേട്ടോ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ചില സെറംസ് ഒന്നും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ അബ്സോർബ് ആവത്തില്ല. അപ്പൊ ഇവര് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ ഒരു 3 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൺ ആവുകയും ചെയ്യും. പിന്നെ നമ്മുടെ സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്ന് ലൈറ്റൺ ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇനി എന്റെ സ്കിന്നിന് അത് ചേരാത്തത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല. കാരണം നമ്മളൊരു സ്കിൻ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്. അപ്പൊ എന്റെ സ്കിന്നിന് സ്യൂട്ട് ആവത്തില്ല എന്ന് കരുതി നിങ്ങളുടെ സ്കിന്നിന് അങ്ങനെ ആകണമെന്നില്ല കേട്ടോ. അപ്പൊ അതെന്ന് പറയുന്നത് റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പൂർണ്ണമായിട്ടിരിക്കുന്നത്. ഇപ്പൊ ചിലർക്ക് 7 ദിവസം കൊണ്ടായിരിക്കും റിസൾട്ട് കിട്ടുന്നത്, ചിലർക്ക് എന്ന് പറയുന്നത് 1 മാസം കഴിഞ്ഞാലും കിട്ടത്തില്ല. ഇങ്ങനെയൊക്കെ ആയിരിക്കും, വേരി ചെയ്തിരിക്കും കേട്ടോ റിസൾട്ട് എന്ന് പറയുന്നത്. പിന്നെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരു ബ്രൈറ്റൺ ആയിട്ടുള്ള ഒരു ഫീല് വരുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് തന്നെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഇങ്ങനെ ബ്രൈറ്റൺ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും കണ്ടിന്യൂ ചെയ്ത് നോക്കാം എപ്പോഴാണ് എനിക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മുഖത്തിന് നല്ല ഹൈഡ്രേഷൻ കിട്ടുന്നുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മുഖത്ത് നല്ല രീതിയിൽ തന്നെ ഹൈഡ്രേഷൻ വരുന്നുണ്ട് കേട്ടോ. എന്റേത് ഓയിലി സ്കിൻ ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ സെറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ അങ്ങനെ അപ്ലൈ ചെയ്യാറില്ല. കാരണം ഓയിൽ ആയതുകൊണ്ട് ഓൾറെഡി ഉണ്ടല്ലോ ഓയില്, അതുകൊണ്ടാണ് അപ്ലൈ ചെയ്യാത്തത്. അതിനുശേഷം ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും. അതിനുശേഷമാണ് ലൂസ് പൗഡർ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഗാർണിയർ വൈറ്റമിൻ സി സെറം പാക്കിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞാൻ ഈ വാങ്ങിച്ചത് മിനി പാക്ക് ആണ്, പക്ഷെ ഇതിനും വലിയൊരു പാക്കും കൂടി ഉണ്ട് കേട്ടോ. ഈ ട്യൂബ് എന്ന് പറയുന്നത് 7 ml അപ്പൊ ഇതിനും വലുതെന്ന് പറയുന്നത് 15 ml ട്യൂബാണ്. അതിന്റെ വില വരുന്നത് 249 രൂപയാണ്. ഈ മിനി പാക്കിന്റെ വില വരുന്നത് 129 രൂപയാണ് കേട്ടോ. പിന്നെ 3 വർഷത്തെ ഷെൽഫ് ലൈഫ് ആണ് ഉള്ളത്. നോ സൾഫേറ്റ്സും നോ പാരബൻസും ആണ് കേട്ടോ. അപ്പൊ എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാന്നാണ് ഗാർണിയർ കമ്പനിക്കാർ പറയുന്നത്. പക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്നതിന് മുന്നായിട്ട് തീർച്ചയായിട്ടും ഒരു പാച്ച് ടെസ്റ്റ് എടുത്തിട്ട് മാത്രം ചെയ്യാട്ടോ. അപ്പൊ ഞാൻ യൂസ് ചെയ്തത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. എന്നിട്ട് അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നിയപ്പോഴാണ് കണ്ടിന്യൂ ചെയ്തത്. ഇനി നിങ്ങൾക്ക് ഈ സെറം യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഇറിറ്റേഷൻസോ പിമ്പിൾസോ ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് നിർത്തുക കേട്ടോ. പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പോകരുത്. പിന്നെ നമ്മുടെ ഈ ഗാർണിയർ വൈറ്റമിൻ സി സെറത്തില് പ്രധാന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ സി ഉണ്ട്, പിന്നെ ലെമൺ നാരങ്ങയുടെ എക്സ്ട്രാക്റ്റും ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ സ്കിന്നിന് നിറം നൽകാൻ വേണ്ടിയിട്ടും കുറച്ചൊക്കെ ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷനും കൂടി നോക്കിക്കളയാം. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് ഈ സെറം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. അതിനുശേഷം പാച്ച് ടെസ്റ്റ് ഓക്കെ ആയെങ്കിൽ അതിനുശേഷം ഒരു ഡ്രോപ്പ് മാത്രം സെറം എടുക്കുക. അതായത് കയ്യിലൊന്ന് നല്ലതുപോലെ റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഫേസിലൊക്കെ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാം. അതായത് ഇങ്ങനെ തേച്ച് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് റിലാക്സ് ചെയ്തതിനു ശേഷം ഒന്നിലെ സൺസ്ക്രീൻ നിങ്ങൾക്ക് ഇടാം, അല്ലെങ്കിൽ മോയ്സ്ചറൈസിങ് ക്രീം ഇടാം. അതൊക്കെ ഓരോരുത്തരുടെ സ്കിന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. അപ്പൊ ആദ്യമൊക്കെ നിങ്ങൾ ഒരു ഡ്രോപ്പ് എടുത്തിട്ട് മാത്രം തുടങ്ങുക. അത് നിങ്ങൾക്ക് ഓക്കെ ആയി കംഫർട്ടായി ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പിന്നെ യൂസ് ചെയ്യാം. അങ്ങനത്തെ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-3 ഡ്രോപ്പിലോട്ട് കൂട്ടി കൊണ്ടുവരിക കേട്ടോ. അങ്ങനെ ഒരു 4 ഡ്രോപ്പ് വരെയൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. രാവിലെയും രാത്രിയും യൂസ് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒരു ബ്രൈറ്റൻ സ്കിന്നൊക്കെ കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ജസ്റ്റ് നമുക്ക് ഒരു ഡ്രോപ്പ് എടുക്കാം. ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കണ്ടോ, ജസ്റ്റ് നല്ല വാട്ടറി കൺസിസ്റ്റൻസി ആയിട്ടായിരിക്കുന്ന. പിന്നെ ലൈറ്റ് ഫോർമുലയാണ്, നല്ല ലൈറ്റ് ആയിട്ടുള്ള ഫോർമുല, പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും കേട്ടോ. അത് കണ്ടോ, നല്ല ഹൈഡ്രേഷനും കണ്ടോ. കഴുത്തിലും കൂടി സ്കിപ്പ് ചെയ്യാതെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്നെങ്കിലും തട്ടി കൊടുക്കാറുണ്ട് കേട്ടോ. കാരണം സ്കിന്നിലേക്ക് ഒന്ന് നല്ലപോലെ അബ്സോർബ് ആകാൻ വേണ്ടി. അപ്പൊ നോക്കിയാൽ നമ്മുടെ സ്കിന്നിലേക്ക് നല്ലതുപോലെ പെട്ടെന്ന് തന്നെ അങ്ങ് അബ്സോർബ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല നല്ല ഹൈഡ്രേഷനും വന്നിട്ടുണ്ട്. പിന്നെ ഈ സൺ ക്രീമിന്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് നോൺ ഓയിലി ആണ്. അപ്പൊ എല്ലാ സ്കിൻ ടൈപ്പുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് കേട്ടോ. പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം, കുട്ടികളുടെ കയ്യിലൊന്നും പെടാതെ സൂക്ഷിക്കാം കേട്ടോ. കാരണം വൈറ്റമിൻ സി എക്സ്ട്രാക്ട് പിന്നെ സെറം എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി ഹൈ ലെവലിലുള്ളതാണ്. അപ്പൊ പിള്ളേരുടെ അടുത്തൊന്നും പെടാതെയൊക്കെ ഒന്ന് സൂക്ഷിക്കാം കേട്ടോ. പിന്നെ മെലാനിന്റെ പ്രൊഡക്ഷൻ കുറക്കുന്നതാണ് ഈ ഒരു ഗാർണിയർ കമ്പനിക്കാർ പറയുന്നത്. അപ്പൊ ഈ മെലാനിൻ കൂടുന്തോറും നമ്മുടെ സ്കിന്ന് ഡാർക്ക് ആയിട്ട് വരും, മെലാനിൻ കുറയും തോറും നമ്മുടെ സ്കിന്ന് ലൈറ്റ് ആയിട്ട് വരും. ഇങ്ങനെയാട്ടോ ഈ ഒരു മെലാനിന്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്ഷനെ കുറച്ച് കൊണ്ടുവരും. അപ്പൊ നമ്മുടെ സ്കിന്ന് ലൈറ്റനായിട്ട് വരും കേട്ടോ.
അപ്പൊ അതുകൂടാതെ നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റൻ ആക്കുകയും ചെയ്യും, കുറച്ചും കൂടി നിറമൊക്കെ വെക്കാനും ഹെൽപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഗാർണിയർ വൈറ്റമിൻ സി ബൂസ്റ്റർ സെറത്തിന്റെ കാര്യങ്ങൾ. ഇപ്പൊ ഇത് യൂസ് ചെയ്തിട്ട് ഇത്രേ ആയിട്ടുണ്ട് കേട്ടോ, കാരണം നല്ലപോലെ തീർന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വാങ്ങിക്കേണ്ടി വരും. അപ്പൊ ഇന്നത്തെ റിക്വസ്റ്റഡ് വീഡിയോ എന്തായാലും ഇഷ്ടമായെന്ന് കരുതുന്നു കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്തേക്കണേ. പിന്നെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റ് കാണാം. ഡിയേഴ്സ്, ബൈ, ടേക്ക് കെയർ.